ഹായ് ഹലോ, ഇന്നൊരു അൺയൂഷ്വൽ സാറ്റർഡേ ഇൻ അവർ ലൈഫാണ്. ഫുൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നുമായിരിക്കും, ചിലപ്പോൾ റിലേറ്റബിൾ ആവുമായിരിക്കും. നമ്മൾ എന്തെങ്കിലും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഒരു 8 മണിയായപ്പോഴത്തേക്ക് പര്യടനത്തിനായിട്ട് ഇറങ്ങിയിട്ടോ. നേരെ പോണത് കഫേയിലേക്കാണ്. വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഷാജിപ്പപ്പ വണ്ടി പറപ്പിച്ച് വിടുകയാണ്. കാരണം 8:40 നമുക്കൊരു മൂവി ഉണ്ട്. നേരെ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് 2 ചായ, ഒരു ചായയും 2 ദോശയാണ്. അവിടുത്തെ ദോശ അത്യാവശ്യം നല്ല വലുപ്പാട്ടോ. ചട്നി സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിച്ച് കുമ്പെല്ലാം സെറ്റാക്കി അവിടെ നിന്ന് നേരെ പോയത് മോളിലേക്കാണ്. എനിക്കൊന്ന് മുകളിൽ ഞങ്ങൾ രണ്ടുപേരാണ് ആദ്യം എത്തിയത്. കാരണം പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഫുൾ ഫ്രീ ആയിരുന്നേ. നമ്മുടെ അജണ്ട പ്രകാരം ഇന്ന് 2 മൂവി കാണണമെന്നായിരുന്നു. നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്തേക്കുന്നത് ദുരന്തറിനാണ്. ദുരന്തർ ആക്ച്വലി ഒരു 4 hour മൂവിയാണ്. ഒരു ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പോപ്കോണൊക്കെ വാങ്ങി. പക്ഷെ അത് ഫുൾ എന്നെ കൊണ്ട് കഴിപ്പിച്ചു. വയറുവേദന പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് അത് തൊട്ടതേയില്ല. മൂവി കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ വരുമ്പോൾ സ്റ്റുഡിയോ മാക്സും ലൈഫ് സ്റ്റൈലൊക്കെ നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ വരെ ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ചെരുപ്പുമായിട്ടാണ് പുറത്തിറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയതും എൻ്റെ വയറുവേദനയുള്ള ഭർത്താവിന് വിശക്കുന്നു പറഞ്ഞിട്ട് പോയി ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുന്നു. പിന്നെ എനിക്ക് വിശപ്പില്ലാത്ത കാരണം പുള്ളി തിന്നതും കണ്ട് ഞാൻ വായി നോക്കിയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ആടത്രയും കണ്ട്. 2 മൂവി ആക്ച്വലി അടിപൊളിയാട്ടോ. മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തണുക്കുന്നുമുണ്ട് വിശക്കുന്നുമുണ്ട്. അപ്പം ബിരിയാണി ഒന്നും കിട്ടാത്ത കാരണം നമ്മൾ നേരെ പോയൊരു ബർഗർ കഴിച്ചു. ബർഗർ കഴിച്ചിട്ട് നേരെ പോയതൊരു ഹോസ്പിറ്റലിലേക്കാട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്ക് വൈറൽ ഫീവർ. പിന്നെ അവർ ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും ഒക്കെ തന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി എൻ്റെ വീട്ടിലെ പോരാളിൻ്റെ തെരുവിളിക്കായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഡേ. ബൈ.